ഇപ്പൊ എങ്ങനെ നേരം വിളിപ്പിക്കാൻ ആ പാടല്ല ഓനാണ്ട് പോവുകയും ചെയ്തു. വല്ലാത്ത കഷ്ടം. സാറ് പണി ഓനെ പറഞ്ഞേച്ച് ഞാനെന്താ ഈ നോമ്പോയതല്ലേ ഇവിടെ നിർത്തിയ നേരം വിളിക്കുന്ന ഒരാളായില്ലേ. യക്ഷി അറിയണേ സാറേ. ആ ഭാര്യ വിളിച്ചാൽ രാത്രി സമയത്താണ്ടാ ഭാര്യക്ക് വിളിക്കാൻ കണ്ട്. അല്ല, ഞാൻ ഇങ്ങനത്തെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് ഓളോട് വിളിക്കാൻ പറയല്ലേ. ഓ, നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് സൊള്ളാന്ന സമയമുള്ളൂ. അതിനല്ല, ഓളെ വിളി വരുമ്പോഴേ അതിനേക്കാളും വലുതല്ലല്ലോ ഇത് ആലോചിച്ചിട്ട് ഒരു സമാധാനം. അതുകൊണ്ടാണ്. അതാണിപ്പോ ഈ മൊബൈലൊക്കെ കൊണ്ട് നടക്കണത്. വേറെ ആരും വരുന്നുണ്ടോ നോക്കണോ? അയ്യോ ഞാൻ പറയുന്ന കേക്ക്. കൊറേ കാലായിട്ട് ഒരു വണ്ടി വിളിക്കുന്ന സ്വഭാവം ഇപ്പൊ ആദ്യമാക്കി വണ്ടി കുടിച്ചാൽ ഞാനിട്ട് കളിച്ചരാ. അത് ശരിക്കാ സംഭവിച്ചേതായാലും സംഭവിച്ചു. തൽക്കാലം ഒരു കാര്യം ചെയ്യും. എപ്പോഴുള്ള പിടി എന്താ ഇതാ ഉള്ളൂ. അതുപോലെ എന്ത് അത്രേ കിട്ടിയല്ലോന്ന്. ഇന്നലത്തേതാ? ഇന്നലത്തെ ഞാൻ തന്നില്ലേ. പള്ളി കളിച്ചതാ? പള്ളിത്തെ എല്ലാം ഞാൻ കൃത്യമായിട്ട് ഞാൻ തരുന്നില്ല. പൈസ കിട്ടുന്നതിനനുസരിച്ചല്ലേ പൈസ അങ്ങനെ തരാനൊന്നും പറ്റില്ല. എന്റെ അടുത്ത് എന്താ ഇത് പൈസ കളിക്കില്ലടാ. അമ്പലത്തിന്റെയും പള്ളിന്റെ ഒക്കെ ഭണ്ണാരങ്ങൾ കുത്തി തുറന്നിട്ട് ആളില്ലാത്ത സ്ഥലത്ത് നിന്ന് വീതം വെക്കാൻ എന്നിട്ട് കച്ചറ ഉണ്ടാക്കല. നല്ല പണി അല്ല സാറേ. കള്ളൻ കൊലപാതകമൊന്നുമല്ല സാർ. ഞങ്ങള് പാവം രണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകളാ. മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഇവിടെ ഭഗവതി ക്ഷേത്രത്തിലെ പരിപാടി കഴിഞ്ഞ് വരിക. വണ്ടി ഒന്നും കിട്ടാണ്ട് ഇവിടെ കുടുങ്ങിപ്പോയത്. അപ്പൊ പൈസ കൊടുത്ത് പൈസ. ആ സാറേ, അറിയാണ്ട് പറ്റിപ്പോയി നമുക്കല്ല. എന്നാ പറയണ്ടേ, മിമിക്രിക്കാരാന്ന് പറയണ്ടേ. എന്തൊക്കെ ഞങ്ങൾ എന്താ കുഴപ്പമില്ല. പോവല്ലേ. ഏത് ഗ്രൂപ്പിലാ വർക്ക് ചെയ്യണം? സൂപ്പർ ട്രൂപ്പ്. സൂപ്പർ ട്രൂപ്പ്. അത് ശരി, സൂപ്പർ ട്രൂപ്പിൽ വർക്ക് നല്ല ട്രൂപ്പാണ്. എന്തായാലും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? സാറേ, ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ്, സ്റ്റാർ, അങ്ങനെ സീരിയസ് ആയിട്ടുള്ള സംഭവം. പിന്നെ ഞാൻ കോമഡി. അപ്പൊ എന്തൊക്കെയാ ചെയ്യുന്ന ആദ്യമായിട്ട്? സാർ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സ്റ്റാർ, അനൗൺസ്, അങ്ങനെയുള്ള സംഭവം. നടന്മാർ ഒരു സാധനം. അയ്യോ സാർ, ഇപ്പൊ പറയരുത്. സമയം ഇപ്പൊ തന്നെ സാറ്. ഒരൊറ്റ സാധനം സാറേ, 2:30 മണിയായി സാറേ. നമ്മൾ മിമിക്രിക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഈ രാത്രി 12 മണി കഴിഞ്ഞാൽ ശബ്ദത്തിന് പ്രശ്നം വരാണ്ട് സാർ. പോലീസുകാർക്ക് വേറൊരു സ്വഭാവം ഉണ്ട്. ബാഗിൽ മൊത്തം മിമിക്രിയാ? അല്ല സാറേ, എന്തായാലും ഒന്ന് റെഡി ആവണ്ടേ? ആ സാർ, ഞങ്ങൾ ഈ മിമിക്രിക്കാർക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ജുബ്ബ വേണം. പണ്ടേ ഉള്ളൊരു ശീലായിപ്പോയി. അതുകൊണ്ട് ഇത് പറ്റൂല. ഇല്ലാണ്ട് മിമിക്രി വരില്ല. എന്ത് സാറേ? ആയിക്കോട്ടെ, നന്നായിട്ടുണ്ട്. എനിക്ക് ചെയ്യാം. ആദ്യം എന്താ ചെയ്യുന്നത്? എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതൊരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിക്കാൻ ചെന്നാലും ആ നാട്ടിലുള്ള ഒരാളെ പറ്റിയിട്ട് ഒരു ഡയലോഗ് ഉണ്ടാക്കി പറയും. ഇപ്പൊ മീശ മാധവനിലെ ഇന്ദ്രജിത്തിന്റെ ഡയലോഗ് സാറിന്റെ നാട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ, സാറിന്റെ പേരെന്താ? ചന്ദ്രൻപിള്ള. ആ ഡയലോഗ് ഞാൻ എങ്ങനെ പറയുന്നുള്ള സാറൊന്ന് ശ്രദ്ധിച്ചു. റെഡിയല്ലേ? എന്റെ പേര് റെഡിയല്ലേ? 10-16 കൊല്ലമായില്ലേ ചന്ദ്രൻപിള്ള സർവീസിൽ. എങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്? ചന്ദ്രൻപിള്ള സ്റ്റേഷനിലോട്ട് ഇല്ലേ, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. നന്നായിണ്ടോ? അടുത്ത ലാൽ. അല്ല, ലാലല്ല, ഡയറക്ടർ ലാൽ. ശരിയാ, എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഉറക്കി കിടത്തി സ്വന്തം കാര്യം നോക്കി പോയതോടെ ശ്രീയ എന്റെ അമ്മ. അങ്ങനെ എനിക്ക് നിന്റെ അമ്മ തത്തു കേട്ടാ ശരിയാ വരിക. ശരി, ചന്ദ്രപിള്ള സാറ് കണ്ടുപിടിച്ചോടാ. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ 2 വയസ്സ് പ്രായമുള്ളപ്പോ ഒഴിവാക്കി പോയ അമ്മനെ ചന്ദ്രപിള്ള സാറ് കണ്ടുപിടിച്ചു കൊടുക്കട്ടെ. എന്റെ അമ്മേനല്ല കാണാനായത്. അത് ലാൽ സാർ പറഞ്ഞു വെച്ച ഡയലോഗല്ലേ. ഞാനിങ്ങനെ അപ്പൊ സാർ പോട്ടെ. ഇവനെന്താ ചെയ്യാ? കോമഡി. ഇവനോ കോമഡി എന്ന് കാണട്ടെ. പെട്ടെന്ന് വേറൊരാളാണ്. അല്ലല്ല സാറേ, അത് വേറെ സംഭവം. പറഞ്ഞേക്കണ്ട. അത് ചെയ്തോ. സാറിന് മമ്മൂട്ടിനെയാണോ മോഹൻലാലിനാണോ കൂടുതൽ ഇഷ്ടം? രണ്ടാളിഷ്ടം. മമ്മൂട്ടി മോഹൻലാൽ ഇവിടെ വരും. ഇവിടെ എത്തും. ഇപ്പൊ വരും. അപ്പൊ സാറ് ഇതെന്ന് വെച്ചാൽ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഒരു മാറ്റം എന്നൊക്കെ പറയില്ലേ, അതിനുള്ള സമയമാണ്. ചിരിപ്പിച്ച് സാറ് ചത്തുപോകും. റെഡിയാണല്ലോ? ഞാൻ മ്യൂസിക് കൂടെ വെക്കാം.
വേഗം മറ്റേ കൂടെ വേഗം. സൂപ്പറായിട്ട് ഇനിയുണ്ട്. ഇനി പഴയ കാലത്തുള്ള നടൻ. അതാരാ? അത് രവീന്ദ്രൻ. സാറേ DAG രവീന്ദ്രൻ അല്ല. പഴയ കാലത്ത് ഡിസ്കോ ഡാൻസ് ഒക്കെ ആയിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നൊരു നടനില്ലേ പഴയ കാലത്ത് രവീന്ദ്രൻ. രവീന്ദ്രന്റെ ഒരു അടിപൊളി പെർഫോമൻസ്. രവീന്ദ്രൻ ചെയ്യൂ. ശരി ആയിക്കോട്ടെ. റെഡിയാണല്ലോ? റെഡി. മ്യൂസിക്. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ നാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി ഇവിടെ. ഉച്ചാറായിട്ടുണ്ട്. അത് ചിരിപ്പിച്ച് ചാച്ച് എന്താ മുടിയൊക്കെ പോലെ ഇതെങ്ങനെയാണ് പുല്ലിലോറി ഇതൊക്കെ? ഞാൻ മുടിനെ പോറ്റും. മുടിനെ ഞാൻ പോറ്റാ മുടി എന്നെ പോറ്റിക്കോളും. നിങ്ങൾ മക്കളെ പോറ്റും. മക്കളെ പോറ്റിട്ട് ഒരു കാര്യം ഓലികളെ വൃദ്ധ സാധിക്കൊണ്ട. അപ്പൊ സാറേ വളരെ നന്നായിട്ട് മനസ്സിലായല്ലോ ഞങ്ങൾ അല്ല പോവല്ലേ? നിങ്ങളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്ന പ്രോഗ്രാമുകള്? സാറേ ഇപ്പൊ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ചാനലിൽ പരിപാടി ചെയ്യുന്നുണ്ട്. ചാനലേതാ ചെയ്യുന്നത്? ഇപ്പൊ മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ. കോമഡി ഫെസ്റ്റിവൽ അതെ ചെയ്യുന്നത്? സാർ. സാർ കാണാറുണ്ട്? കാണാറുണ്ടോന്നോ? 9:30 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല പരിപാടിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ കൂട്ടത്തിലൊക്കെ ഒരാൾക്കും കൂടെ ചാൻസ് കൊടുത്തൂടെ? അയ്യോ ഞങ്ങളിപ്പോ തന്നെ 4-5 ആളുണ്ടല്ലോ സാർ. അത് അല്ല ഞാനും കൂടി വന്നു കഴിഞ്ഞാല് നല്ല ടൈറ്റ് പരിപാടി പോകും. സാറ് ഭയങ്കര മിമിക്രിയാ. ആര്? ഞാൻ. അയ്യോ സാറ് മിമിക്രിയോ? സാറെ വിശ്വസിക്കാൻ പറ്റണ്ടേ? ഞാൻ സാറ് മിമിക്രിയാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞെട്ടിക്കുന്ന ഒരു സാധനം ഇതുവാ. പെട്ടെന്ന് സൂക്ഷിച്ച് ഇതെന്താണ് സാർ 1967 പത്രം? ഇതെന്താണ്? ശിശുദിനത്തോടനുബന്ധിച്ച് നടന്ന മിമിക്രി മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ചന്ദ്രൻ പിള്ള വാർഡ് മെമ്പർ കരുണാകരനിൽ നിന്നും സമ്മാനം സ്വീകരിക്കുന്നു. ഏത്? ഈ ചെറിയ കുട്ടിയോ? സാറിതൊരു കുട്ടിയല്ലേ? ഞാൻ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടി കഴിഞ്ഞത് കോമഡി. ഓക്കെ സാർ. അപ്പൊ സംഭവമായിട്ട് എനിക്കൊരു അവസരം കൂടി തരികയാണെങ്കിൽ നിങ്ങൾ ടീമിലേക്ക്. സാറിപ്പോ ഞങ്ങളെ കൂടെ ഒക്കെ വന്നിട്ട് സാറിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? രസമായ കുറെ സംഭവം മറ്റേ ചെയ്താലോ? ഇത് സാറിന്റെ മാസ്റ്റർ പീസ്. സാറെ കുറെ നേരം ചെയ്തു. നേരം വെളുക്കണ്ടായി. ഓൾ ദ ബെസ്റ്റ്. തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കാം. അതെ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു ഉണ്ടക്കിട്ട പണി മൂപ്പർക്ക് കൊടുക്കാൻ പോവാ. ഈ കൂടെ ഒന്നോളോ ഇനി നമ്മൾ ഇന്ന് ഇവിടുന്ന് പോക്ക് നടക്കൂല. മനസ്സിലായോ? അതന്നെ സാറേ നന്നായിട്ടുണ്ട്. പക്ഷെ നായിന്റെ ശബ്ദം ചെയ്തിട്ട് കാര്യമില്ല. നായിന്റെ ഫിഗർ ചെയ്യണം. ഫിഗറോ? ആ സാറേ ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ നായായിട്ട് മാറണം. ഞാനിപ്പോ ഇങ്ങനെ നായാവുക? അതിനിപ്പോ ആവല്ലോ. ചെയ്യും. അതാണ് സാറേ ആ നായിന്റെ ഒരു ഫിഗർ ചെയ്യണം. ആയിരമായി ആവണം ഫിഗർ. അതിന് തൊപ്പി വേണം സാറേ. തൊപ്പിയാണ് ആ ചേച്ചി കുറയ്ക്കണല്ലേ? കുറയ്ക്കാം സാറേ. അടിപൊളി അടിപൊളി സാറേ. വെള്ളം കൊടുക്കുന്നു. നന്നായിട്ട് മൂത്രം നായ്ക്ക് പേള് കെട്ട സാറേ. പേള് കെട്ട സാറേ. ഇതിന് ശരിക്കും പേളിക്കുന്ന തോന്നുന്നത്. എന്തൊരു ശല്യം. പോയി വെള്ളടിച്ച് ഏത് റോഡ് പോയി കിടന്നാലും നായ്ക്കൊക്കെ ഭയങ്കര ശല്യാണല്ലോ. ഇനിയിപ്പോ നേരം വെളുത്തിട്ട് പോവാ. ഓവർ. മാനാഞ്ചിറ ഭാഗത്തു നിന്നും നടക്കാവ് ഭാഗത്തേക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒരു വാഹനം കടന്നു പോകുന്നുണ്ട്. ഓവർ.